ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ചാച്ചൻ പോട്ട് വരട്ടെ. നല്ലോണം പഠിക്കണേ. അതെ അതെ, രണ്ടുപേരും അച്ചാച്ചന് ഒരു ഉമ്മ വീതം താ. നേരത്തെ തന്നല്ലേ? എപ്പോ തന്നു? ശ്യാമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേക്കണ്ട. കേൾക്കണം. ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. അതെനിക്കറിയാം. സംഭവിച്ചു പോയി. ചില ആൾക്കാരെ വിരിച്ച കെണിയിൽ ഞാൻ അകപ്പെട്ടു പോയി. അതിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്റെ കൂടെ നീ വേണം. ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? രോഹിത് ഇതിനു മുൻപ് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതങ്ങനെയല്ല, മനസ്സിൽ തട്ടി പറയുന്നത് തന്നെയാ. ഇന്നിപ്പോ അവിചാരിതമായിട്ട് ഇങ്ങോട്ട് വന്നെങ്കിലും ഞാൻ വന്ന് കണ്ട് സംസാരിക്കാൻ തന്നെ ഇരിക്കുകയായിരുന്നു. വിശ്വസിക്കാമെങ്കിലും വിശ്വസിക്കേ. ശ്യാമേ, അവനോട് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് പോ. എന്ത് മറുപടി പറയാനമ്മേ? അവൻ അവന്റെ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടാ നിന്നെ വന്ന് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം നല്ല രീതിയിൽ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ്. ഞാനിപ്പോ എന്ത് വേണോന്ന് അമ്മ ഈ പറയുന്നേ? അവൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നീ അവന്റെ കൂടെ പോകുന്നതാ നല്ലത്. ഇദ്ദേഹത്തിന്റെ പെങ്ങളാണല്ലേ? അതെ. ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകില്ലെന്ന് പറയുന്നില്ല. മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ മുറിവ് അത് ഉണക്കായിട്ടുണ്ട്. ആഴ്ചയിലോ മറ്റോ വന്ന് ഒന്ന് ഡ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോവാ അല്ലേ ഡോക്ടർ? ഓഫ് കോഴ്സ്. പിന്നെ കഴിക്കാനുള്ള മരുന്ന് ഞാൻ എഴുതിക്കോളാം. കൃത്യമായി കഴിച്ചാൽ മതി. വളരെ ഉപകാരം ഡോക്ടർ. ഇക്ക, നമുക്കിനി വീട്ടിൽ പോവാന്ന്. ഞാനെന്നാ ബില്ല് സെറ്റിൽ ചെയ്തിട്ട് വരാം. വേണ്ട, ബില്ല് ഞാൻ കൊടുത്തോളാം. അവനെന്താ കൊടുത്താല്? ഇനി അവൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളൂ. ഉമ്മ പറഞ്ഞത് കേട്ടല്ലോ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ബാബ്ജി, നൂറേ, ഇത്ര ധിക്കാരം പാടില്ല കേട്ടോ. നിന്റെ ഉമ്മ നസീബ മരിക്കുമ്പോ നിന്നെ പൊന്നുപോലെ നോക്കിക്കോണെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. അന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ ആഗ്രഹമാ നസീറിനെ കൊണ്ടേ നിന്നെ കെട്ടിക്കൂന്ന്. അതുകൊണ്ടാ പറയുന്നേ, അവൻ പറയുന്നത് അനുസരിക്ക്. ഇത് കേട്ടില്ലേ ബാപ്പച്ചി? എനിക്കൊരു ഓർമ്മയില്ലാത്ത സമയത്ത് എന്റെ പേരിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കണമെന്നുണ്ടോ? ദേ നൂറേ, സുഖമില്ലാത്ത അവസ്ഥ നിന്റെ ബാപ്പച്ചിയെ വീണിട്ടുള്ളൂ. ആ മാമി ഇപ്പോഴും ഇവിടെ ജീവനോടെ നിപ്പുണ്ട്. ഞാൻ തീരുമാനിക്കും കാര്യങ്ങളെല്ലാം. അല്ല, എന്താ എന്റെ മോനൊരു കുറവ്? അവര് നിന്നെ പോറ്റാനാവത്തില്ലേ? കാണാൻ വർക്കത്തില്ലേ? ജോലിക്ക് ജോലിയില്ലേ? ഈ സാഹചര്യത്തിൽ സംസാരിക്കേണ്ട കാര്യങ്ങളാണോ മാമി ഇതൊക്കെ? പിന്നെ ഞാനിപ്പോ പഠിക്കയില്ലേ? തർക്കുത്തരം പറയുന്നോടി. ഈ ഒരു അവസ്ഥയിൽ ഈ കല്യാണം നടന്ന നിന്റെ കാര്യങ്ങളും ഇക്കാക്കയുടെ കാര്യങ്ങളും ഒക്കെ അവൻ തന്നെ നോക്കിക്കോളും. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെ നോക്കാൻ അവന്റെ സഹായം കൂടി ഉണ്ടേലേ പറ്റൂ. അതുകൊണ്ട് കൂടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. ദേ, ഇക്കയും കൂടെ കേൾക്കാനാ ഞാൻ ഈ പറയുന്നേ. നൂറിനെ തന്നിഷ്ടത്തിന് വിടാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞിട്ടായാലും പഠിക്കാലോ. സ്വന്തം മോനെ പോലും 10 കഴിഞ്ഞ് പഠിക്കാൻ വിടാത്ത ആൾക്കാരാ എന്നെ കല്യാണം കഴിഞ്ഞ് പഠിക്കാൻ വിടുന്നത്. നൂറെ, നമ്മുടെ കുടുംബത്തിലില്ല നിന്നെ പോലെ സ്വന്തക്കാരെയും ബന്ധുക്കാരെയും വെറുപ്പിക്കുന്ന ഒരു പെണ്ണ്.
അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾ നിൽക്കുമ്പോ പെണ്ണുങ്ങൾ തല പൊക്കാറുമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നസീറിന്റെ ബാപ്പ ഇങ്ങോട്ട് വന്നോട്ടെ, വന്ന ഉടൻ കല്യാണം. അച്ഛൻ കൂടുന്നുണ്ടോ ഞങ്ങളോടൊപ്പം കളിക്കാൻ? ഇല്ല മക്കളെ, അച്ചാച്ചൻ കളി കാണേ. ആ ഈ കളി ഞാനും കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മൊബൈലൊന്നും അല്ല, ഈ കക്കയില്ലേ കടപ്പുറത്തുനിന്ന് കിട്ടുന്നേ, അതുകൊണ്ടാണ് കളിച്ചോണ്ടിരുന്നത്. എന്തിനാണ് അച്ഛൻ ഞങ്ങൾ ഇട്ടിങ്ങനെ ഓടിക്കുന്നേ? അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. അതിന്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഈ ഇറങ്ങിപ്പോക്ക്. വിഷ്ണുട്ടാ, ഇനി അച്ഛനെ വഴക്കൊന്നും പറയണ്ട. അച്ഛന്റെ കാര്യങ്ങളൊക്കെ വിഷ്ണുട്ടൻ അറിയാവുന്നതല്ലേ. വിഷ്ണുട്ടൻ അച്ഛനെയും കൂട്ടി ചെല്ലാൻ നോക്ക്. അച്ഛൻ വാ പോവാം. അച്ഛാ ചെല്ലെ, വിഷ്ണുട്ടന്റെ കൂടെ ചെല്ലെ. അല്ല മോനെ, അച്ഛൻ ഇങ്ങനെ അമ്മേ, അതൊക്കെ ഞാൻ പറയാം. വിഷ്ണുട്ടൻ അച്ഛനെയും കൊണ്ട് ചെല്ലട്ടെ. അവിടെ അച്ഛനെ കാണാതെ സത്യാമ്മ വിഷമിച്ചിരിക്കുകയായിരിക്കും. അച്ഛൻ എഴുന്നേക്ക് വാ പോവാം. വാ. അച്ചാച്ചൻ പോയിട്ട് വരട്ടെ. നല്ലോണം പഠിക്കണേ. അതെ അതെ, രണ്ടുപേരും അച്ചാച്ചന് ഒരു ഉമ്മ എന്താ നേരത്തെ തന്നല്ലേ? എപ്പ തന്നു? എന്നാലും കുഴപ്പമില്ല. ഇനി അച്ചാച്ചനെ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ആ, ഉമ്മ